സ്ട്രെസ് ആൻസൈറ്റി ഉള്ള ആളുകളിൽ കാലക്രമേണ ലോ ബാക്ക് പെയിൻ ഉണ്ടാവാം. ലോ ബാക്ക് പെയിൻ ഉള്ള ആളുകളിൽ നേരെ തിരിച്ചും സ്ട്രെസ്സും ഡിപ്രഷനും ഉണ്ടാവാം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത്. ക്ലിനിക്കൽ എവിഡൻസ് ഒക്കെ ഒരുപാട് തന്നിട്ടുള്ള ഒരു മെഷീനും കൂടിയാണ്. അതിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഏത് മെഷീൻ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം അതിനെ നമുക്ക് ചെയ്യാൻ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നടുവേദന, കഴുത്തുവേദന, ഇത്തരം അസുഖങ്ങൾക്ക് ഒരു പെർമനൻ്റായ ഒരു സൊല്യൂഷൻ ആണോ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ്? ഡോക്ടർ ദീപ്തി ഡോക്ടറിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന നടുവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത്. മെക്കാനിക്കലായിട്ടും പാത്തോളജിക്കലായിട്ടും വരുന്നുണ്ട്. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ നേരം എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ഇരിക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരുന്നതാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. പാത്തോളജിക്കൽ എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വരുന്ന ലോ ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ ആയിരിക്കാം. അതായത് പ്രധാനമായും ഡിസ്കിൻ്റെ തള്ളൽ കൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കാണുന്നത്. അല്ലെങ്കിൽ മറ്റ് ഫ്രാക്ചറോ അല്ലെങ്കിൽ ഈവൻ ട്യൂമർ പോലും ഇങ്ങനെയുള്ള ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേദന വരുമ്പോൾ ഡോക്ടറിനെ കാണുക, അതിനുള്ളൊരു സിംറ്റമാറ്റിക് റിലീഫ് നേടുക, പിന്നീട് അത് പാടെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുകയാണ്. പിന്നീട് വീണ്ടും പെയിൻ വരുമ്പോൾ അതേപോലെയുള്ള രീതികൾ സ്വീകരിക്കും. അതല്ലെങ്കിൽ ചെയ്യാവുന്നത് സർജറി ചെയ്ത് ഇത് കംപ്ലീറ്റായി ക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ ഡീകംപ്രഷൻ സിസ്റ്റത്തിലൂടെ ഇത് കംപ്ലീറ്റായി ക്യൂർ ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡീകംപ്രഷനിലൂടെ ഈ ഒരു ഡിസ്ക് ബൾജിനെയോ അല്ലെങ്കിൽ നെർവ് റൂട്ട് കംപ്രഷനെയോ പൂർണ്ണമായും ക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നടുവേദനയിൽ ആയുർവേദത്തിലും ഫിസിയോതെറാപ്പിയിലും ചികിത്സ ഉണ്ടല്ലോ. ഇത്തരം ചികിത്സയെ കുറിച്ചിട്ട് വിപിൻ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഫിസിയോതെറാപ്പിയിലുള്ള രീതികളെ കുറിച്ച്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കിന് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ മെക്കാനിക്കൽ ആൻഡ് പാത്തോളജിക്കൽ. അപ്പം മെക്കാനിക്കൽ എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും ജോലിൻ്റെ ഭാഗമായി പോസ്റ്റർ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന മസിൽ ടൈറ്റ്നസ്സോ കാര്യങ്ങളോ കൊണ്ടൊക്കെയാണ് അത് വരിക. പക്ഷെ പാത്തോളജിക്കലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്ക് മെക്കാനിക്കൽ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ, കാരണം ഫിസിയോതെറാപ്പി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ആ വ്യക്തിൻ്റെ റീഹാബിലിറ്റേഷൻ നോക്കുന്നത് അവരെ ഫസ്റ്റ് തന്നെ വരുന്നത് പോസ്റ്റർ കറക്ഷനൊക്കെയാണ്. പോസ്റ്റർ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ അലൈൻമെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടെന്ന് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ആ ബാക്ക് പെയിൻ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും മസിൽസ്, അതായത് ബാക്ക് മസിൽസ് ടൈറ്റ്നസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്ട്രെച്ചിങ് അങ്ങനെ മുതലായ ഫിസിയോതെറാപ്പി ടെക്നിക്സിലൂടെ നമുക്കത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അവർക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുക്കും, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ പാത്തോളജിക്കലിലേക്ക് വരുമ്പം അത് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഡിസ്ക് തള്ളിച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ഒരു വീഴ്ചയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമുക്ക് സ്പൈനിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വരാം. അപ്പം സാധാരണ ആൾക്കാർ വന്ന് പറയും നമ്മൾ കാലിലേക്ക് ഭയങ്കര തരിപ്പാണ്, കാലിൻ്റെ മീൻസ് പാദം വരെ തരിക്കുന്നുണ്ട്, ഭയങ്കര പെയിൻ ഉണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്പൈൻ ഡിസ്ക് തള്ളിയിട്ട് ഈ സ്പൈൻ ഞരമ്പുകളുണ്ട്, കുറേ നാഡീവ്യൂഹങ്ങളുണ്ട്. അപ്പോൾ ആ ഞരമ്പുകളിൽ തട്ടുമ്പം ആ പ്രഷറിൽ ചെറുതായിട്ടുള്ള ഇമ്പൾസസ്, അതായത് നമ്മളെ കാലിലേക്ക് പോകുന്ന റൂട്ട്, നെർവ് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പോകേണ്ട ചാനൽസ് കുറച്ച് കട്ട് ഓഫ് ആവും. അതായത് നോർമൽ ഒരു ബൾബ് കത്തുകയാണെങ്കിൽ ലൂസ് കോണ്ടാക്റ്റിൻ്റെ മിന്നി കത്തുന്ന അതേ അവസ്ഥയാണ് നമുക്ക് ആ ഞരമ്പിലൂടെ പോകുമ്പം ആ പെയിൻ ഉണ്ടാക്കുന്ന ആൾക്കാരിലുള്ള പ്രതീതി. അപ്പം അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായത് ഡീകംപ്രഷൻ തെറാപ്പി സിസ്റ്റമാണ് നമ്മൾ അതിൽ ചൂസ് ചെയ്യുന്നത്. കാരണം സർജറി പറഞ്ഞ കേസുകൾ ഉണ്ടാവാം. അപ്പോൾ സർജറി എല്ലാവർക്കൊണ്ടും അഫോർഡബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് വളരെ വളരെ കൂടുതലാണ്. ഈ സർജിക്കൽ റീഹാബ് നമ്മളിപ്പോൾ സർജറി ചെയ്തിട്ട് കിട്ടുന്ന അതേ ഒരു കണ്ടീഷൻ നമ്മൾ ഡീകംപ്രഷൻ ട്രീറ്റ്മെന്റ് ചെയ്താലും കിട്ടുമോ? അത് അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ ബേസ് ആണ് അത്
ഡിവൈഡ് ചെയ്ത്. കാരണം ചില പേഷ്യൻറ്റിന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിൽ ഡിസ്ക് ബൾജ് വരാം. അതിൽ ആ കണ്ടീഷനിൽ മൈൽഡ് ടു മോഡറേറ്റ് ടു സിവിയർ, ചില കണ്ടീഷനിൽ സിവിയറും, അത്രയും അത്ര സിവിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സർജിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ പ്രോപ്പറായി ഗൈഡ് ചെയ്ത് നല്ല രീതിയിലുള്ള റീഹാബിലിറ്റേഷൻ സെറ്റ് ചെയ്ത് ഈ ഡീകംപ്രഷൻ തെറാപ്പിയിലൂടെ തന്നെ നമുക്കത് ഒരു 80 to 85% നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് അത് ആ പേഷ്യൻറ്റിൻ്റെ, ആ രോഗിയുടെ നടത്തം, ഇരുത്തം, അവർ ചെയ്യുന്ന ദിനചര്യങ്ങളുടെയുള്ള ഒരു കറക്റ്റ് ക്രമാതീതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ബാക്ക് പെയിൻ. അതായത് ഡിസ്ക് തള്ളിച്ചുകൊണ്ട് ഉണ്ടാവുന്ന, ഞരമ്പിൽ തട്ടി ഉണ്ടാവുന്ന തരിപ്പ് വേദനകൾ, കാര്യങ്ങളൊക്കെ. ഈ ഈ ബാക്ക് പെയിൻ രോഗികളിലൊക്കെ നല്ല സ്ട്രെസ് കാണാറുണ്ട്, അതുപോലെ നല്ല സ്ട്രെസ് ഉള്ളവർക്ക് ബാക്ക് പെയിൻ കാണാറുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇത് ആക്ച്വലി ഒരു സൈക്കിളാണ്. അതായത് സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ള ആളുകളിൽ കാലക്രമേണ ലോ ബാക്ക് പെയിൻ ഉണ്ടാവാം. ലോ ബാക്ക് പെയിൻ ഉള്ള ആളുകളിൽ നേരെ തിരിച്ചും സ്ട്രെസ്സും ഡിപ്രഷനും ഉണ്ടാവാം. അതായത് ഒരാൾക്ക് കുറേ നാളായിട്ട് സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിൽ അത് അവരുടെ ശരീരത്തിൽ അവരറിയാതെ തന്നെ കോർട്ടിസോൾ, അതേപോലെ അഡ്രിനാലിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യാൻ കാരണം. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ തുടങ്ങും. അതായത് നെക്ക്, ഷോൾഡർ, അതേപോലെ നടുവിൻ്റെ, ലോ ബാക്കിൻ്റെ മസിൽസിനെ ടൈറ്റൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണത് കാലക്രമേണ LBA അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ ആയിട്ട് മാറുന്നത്. ഇതേപോലെ തന്നെയാണ് ലോ ബാക്ക് പെയിൻ ഉള്ള ഒരാൾ, അയാൾക്ക് അയാളുടെ ജോലിയിൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ പഠനത്തിൽ അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ പേടി, വേദന വരുമോ എന്നുള്ള പേടി, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി, അങ്ങനെ അത് മെല്ലെ മെല്ലെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റി സ്റ്റേജിലേക്കോ കൊണ്ടുപോകും. അതുകൊണ്ടാണ് കൗൺസിലിംഗ് ലോ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത്തരം ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സൈക്കോളജിസ്റ്റോ അല്ലെ സൈക്കാട്രിസ്റ്റോ അവൈലബിൾ ആണോ? നമുക്ക് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യാനും അതിനുള്ള ഗൈഡൻസ് കൊടുക്കാനും നമുക്ക് സൈക്യാട്രിസ്റ്റ് ഉണ്ട്, അവൈലബിൾ ആണ്. ഇത് ഈ ട്രീറ്റ്മെന്റ് ഇടയിൽ എത്ര പ്രാവശ്യം ഇവർക്ക് ഇങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും? അത് ഓരോ പേഷ്യൻസിന് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ചിലർക്ക് അത് 1-2 കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാവുന്നതായിരിക്കാം. ചിലർക്ക് ഒരുപാട് നാളായിട്ടുള്ള ലോ ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ അവർ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കാം, വളരെ ഡിപ്രസ്ഡ് ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കേണ്ടി വരും. അത് സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഡൊമൈനിൽ വരുന്ന കാര്യമാണ്. അത് അവരാണ് തീരുമാനിക്കുന്നത്. ഈ ഡീകംപ്രഷൻ ചെയ്യുന്ന പേഷ്യന്റിന് സാധാരണഗതിയിൽ മറ്റുള്ള മെഡിസിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവാറുണ്ടോ? മെഡിസിൻ ഇതും കാൽഷ്യം, വൈറ്റമിൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുണ്ട് ഡീകംപ്രഷൻ ചെയ്യുന്നതിന് മുന്നേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാബ് ടെക്നിക്സ് ആണ് കാൽഷ്യവും വൈറ്റമിൻ ഡി തുടങ്ങിയവ. അപ്പോൾ അത് കുറവാണെങ്കിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്. അതുകൊണ്ട് അതിനുള്ള സപ്ലിമെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ്, അതായത് എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ മെഡിസിനൊക്കെ ഇതിൻ്റെ കൂടെ എടുക്കാം, അതിൽ നിന്നും യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ മെഡിസിൻസ് സപ്പോർട്ടീവായിട്ട് ലോ ബാക്ക് പെയിൻ്റെ ഇൻഫ്ലമേഷനും പെയിനും കുറയ്ക്കാനുള്ള മെഡിസിൻസ് സപ്പോർട്ടീവായിട്ട്, അതായത് ഒരു ആഡ് ഓൺ എഫക്റ്റിന് വേണ്ടിയിട്ട് അതും നൽകുന്നുണ്ട്. ഈ ഡീകംപ്രഷൻ ചെയ്യുന്ന പേഷ്യൻറ്റിന് ഇവിടെ നിങ്ങൾ MRI ഗൈഡഡ് ആണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ്, അപ്പോൾ അതല്ലാതെ കുറേ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് ഇതിനെന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന്. ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മളുടെ അടുത്തൊരു രോഗി എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫിസിക്കലി ഉള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്ലിനിക്കലി ആദ്യം ആ പേഷ്യൻറ്റിനെ അസസ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യമായിട്ട് നമ്മളൊരു എക്സ്റേയിലേക്കാണ് നീങ്ങുന്നത്. എക്സ്റേയിൽ തന്നെ നമുക്ക് ഡിസ്ക് ബൾജ് എവിഡൻ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്റേയിൽ നമുക്ക് മനസ്സിലായത് ഇതൊരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ മാത്രമാണ് എങ്കിൽ നമ്മൾ വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല. അതേസമയം ഇതൊരു ഡിസ്കിൻ്റെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ നെർവ് റൂട്ട് കംപ്രഷൻ ആണ് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ MRI എന്നുള്ള അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഏത് ലെവലിലാണ് ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുന്നത്, അത് ഡിസ്ക് നെർവിന് കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കെനാൽ സ്റ്റിനോസിസ് ഉണ്ടാക്കുന്നുണ്ടോ, കെനാലിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഈ തുടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് നമുക്ക് ക്ലിയർ ആവുകയാണ്.
അത് അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീകംപ്രഷൻ ചെയ്യുന്നത്. അതായത് ഏത് ആംഗിളിൽ വേണം, ഏത് സ്പീഡിൽ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഒരു MRI ഫൈൻഡിങ്സ് കൂടെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് MRI ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യം, വൈറ്റമിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉള്ള ആളുകളാണോ എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നോക്കുന്നുണ്ട്. അതായത് ഡയബറ്റിക് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. കാരണം കാലിലേക്കുള്ള തരിപ്പും കാര്യങ്ങളും, നടുവിന് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് കാലിന് തരിപ്പുണ്ടാവുന്നത് പോലെ തന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനും കാലിന് തരിപ്പും പുകച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യൂറിനറി സ്റ്റോൺ കൊണ്ട്, അതായത് കിഡ്നിയിലെ സ്റ്റോൺ കൊണ്ട് ഇതുപോലെയുള്ള ഒരു ലോ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഹിസ്റ്ററി പേഷ്യൻ്റ് പറയുന്നുണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ യൂറിക് ആസിഡിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കാറുണ്ട്. പ്രധാനമായും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതിൽ ഡോക്ടർ വിപിൻ സാർ ഇതിനുള്ള പ്രത്യേക ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അത് നമ്മുടെ ഡീകംപ്രഷൻ സിസ്റ്റം നമുക്ക് സാധാരണ ഒരു മെഷീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂറോപ്പിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കാണുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ക്ലിനിക്കൽ എവിഡൻസ് ഒക്കെ ഒരുപാട് തന്നിട്ടുള്ള ഒരു മെഷീനും കൂടിയാണ്. അപ്പം അതിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട്, ഏത് മെഷീൻ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം അതിനെ നമുക്ക് ചെയ്യും. അതുപോലെ തന്നെ അത് വെൽ സെറ്റിൽ, അതായത് അത് ഓറിയൻറ്റഡ് ആയി അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സും എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാത്രമേ അത് കൈകാര്യം ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ അവരൊരു ട്രെയിൻഡ് ആയിട്ടുള്ള അതായത് ഡീകംപ്രഷൻ സിസ്റ്റം, തെറാപ്പി സിസ്റ്റം USA ബേസ്ഡ് സാധനമാണ്. അപ്പോൾ അവരെ ട്രെയിനിങ് പർപ്പസ് കഴിഞ്ഞ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, അതായത് ഫിസിയോതെറാപ്പിസ്റ്റുകൾ മാത്രമേ അത് കൈകാര്യം ചെയ്യുള്ളൂ. അവർക്ക് അതിനുള്ളൊരു സാധ്യത ഉള്ളൂ. ഇന്ന് നിങ്ങളിവിടെ ഉള്ള 4 പേരല്ലാതെ ഒരു ചെന്നൈയിലുള്ള ഒരു ഡോക്ടർ കൂടെ ഈ ഒരു കാര്യത്തിൽ എല്ലാത്തിലും ഡിസ്കഷനും കാര്യത്തിലൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. അങ്ങനെ മാസത്തിൽ 2 ദിവസം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇത്തരം ട്രീറ്റ്മെന്റിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ചുള്ള? അത് ഞങ്ങൾക്ക് ചെന്നൈയിൽ നിന്ന് നല്ലൊരു ഡോക്ടർ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഫീൽഡിൽ തന്നെ ഒരുപാട് വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്. അപ്പം ഡോക്ടർ ഫ്രാങ്ക്ലിൻ എന്നാണ്. അപ്പം സാറിൻ്റെ സജഷൻസ് ഞങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം ഓരോ കേസ് വരുമ്പോഴും കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നാലും ഞങ്ങളത് ഡിസ്കഷനിൽ ഇട്ടിട്ടാണ് എല്ലാം ചെയ്യാറ്. അല്ലാണ്ട് ഇടപെടി എന്നിട്ട് ഞങ്ങളൊരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറില്ല. അപ്പം പ്രോപ്പറായിട്ട് സ്പൈനാണ് അതിൻ്റെ റീഹാബ് അത്രയും നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം വരുന്നത് ഞങ്ങൾ പ്രോപ്പർ ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാഡം പറഞ്ഞു ഡയബറ്റിക് കണ്ടീഷൻസിൽ, അതായത് ഡയബറ്റിക് എന്തായാലും ഞങ്ങൾ ചെക്ക് ചെയ്യും. കാരണം ഡയബറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പം ഈ ഡീകംപ്രഷൻ സിസ്റ്റത്തിൽ ഒരു സെഗ്മെൻ്റൽ ഒരു പുള്ളിങ് ആണ് വരിക. അപ്പോൾ ആ പുള്ളിങ്ങിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹീലിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അപ്പം അത് ഡയബറ്റിക് ആയ പേഷ്യൻസിൽ കുറച്ച് പതുക്കെ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ളൊരു പേഷ്യൻസ് ഈ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്കൊരു റിക്കവറി സ്റ്റേജ് ഇല്ല, പതിയെയാണ് ആ റിക്കവറി സ്റ്റേജ് ഉണ്ടാവുക. മറ്റേ സാധാരണ ഇപ്പോൾ ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് സ്പീഡിൽ റിക്കവറി ഉണ്ടാവാം. അപ്പോൾ അതെപ്പോഴും പേഷ്യൻസ് മനസ്സിലാക്കി അല്ല കിട്ടും, പക്ഷെ അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് കിട്ടുക. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പേഷ്യൻസിനോട് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസസ് ലൈക്ക് കാൽഷ്യം ഇത് കുറവ്, കാൽഷ്യത്തിന്റെ കണ്ടന്റ് കുറവ്, അതൊക്കെ പ്രോപ്പർ മെഡിസിൻസ് എടുത്ത് ആ കാൽഷ്യം ലെവൽ നമ്മൾ അക്യൂർ ചെയ്തിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോട്ടിക്, അതായത് എല്ല് പൊടിഞ്ഞു പോകുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് സജസ്റ്റ് ചെയ്യില്ല. സർജറി ഓപ്ഷൻസ്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ട് നമുക്കതൊരു ആ ഒരു വിമുക്തിയെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും നമ്മൾ ഹൈ റിസ്കിൽ നമ്മൾ നോക്കി കണ്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. എല്ലാ ടെസ്റ്റുകളും പ്രോപ്പർ അസസ്മെന്റ് ആണ്. അതെ, അസസ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു അസസ്മെന്റ് പോകുന്നുണ്ട്. പേഷ്യൻസിന് വന്ന് എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അസസ്മെന്റ് ടെസ്റ്റുകളോ അസസ്മെന്റുകളോ ഒക്കെ കഴിഞ്ഞ പേഷ്യന്റ് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 3 to 4 അല്ലെങ്കിൽ മാക്സിമം ഒരു ആഴ്ച ആ ടൈമിൽ തന്നെ നമുക്ക് എല്ലാ അസസ്മെന്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു MRI ഇല്ലാത്ത ആൾക്കാരുടെ MRI ഒക്കെ എടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 1 വീക്ക് കൊണ്ട് അവർ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ അപ്പൊ നമ്മള് ഏജ് ഡോക്ടർ സാദിയ ഈ പ്രായമുള്ളവർക്കൊക്കെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് കണ്ടമാനം പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഏജിന് എന്തെങ്കിലും
ഇതുണ്ടോ നിങ്ങൾ? ഏജ് ഒരു ഫാക്ടറാണ്, ബട്ട് ഏജിന്റെ ഉപരി നമ്മൾ അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ്, നേരത്തെ സാറും മാം പറഞ്ഞ പോലെ തന്നെ ഏജ് ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ വയസ്സ് ഇതാണ്, പക്ഷെ മമ്മൂട്ടിയുടെ അങ്ങനെയല്ല സാർ, അത് അവരുടെ കണ്ടീഷൻ അനുസരിച്ച്. ചിലപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്ത് നോക്കുന്ന ഒരാളാണ്, അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അവരുടെ ബ്ലഡ് റിപ്പോർട്ട്സ്, അതെ 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 ഓഫ് കോഴ്സ്. പക്ഷെ ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ബ്ലഡ് റിപ്പോർട്ട്സ് ഉണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നോക്കി നേരത്തെ സാർ പറഞ്ഞ പോലെ ഓസ്റ്റിയോപൊറോട്ടിക് ആണോ എന്നൊക്കെ നോക്കിയിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പം ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഇപ്പം ആഫ്റ്റർ മെനോപോസിന് ശേഷം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു ലോ ബാക്ക് പെയിൻ. അപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് മെനോപോസിന്റെ സമയത്ത് നമ്മുടെ ഹോർമോൺ ലെവൽസ് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റി സ്ത്രീകളിൽ പെട്ടെന്ന് അത് വ്യത്യാസം വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിനും കാര്യങ്ങളും ഹോട്ട് ഫ്ലാഷസ് അങ്ങനെ ഇമോഷണൽ ഡിസ്റ്റർബൻസും ഇതിന്റെ കൂടെ ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു നല്ലൊരു മാറ്റം, നല്ലൊരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ അവരെ വരുത്തി. കൗൺസിലിംഗിനും നല്ലൊരു പാട്ടുണ്ട്, മെഡിസിനും പാട്ടുണ്ട്, തെറാപ്പിക്കും വലിയൊരു പാട്ടുണ്ട്. എക്സസൈസിന് എന്തെങ്കിലും ഇതില് നമ്മള് ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഡികംപ്രഷൻ സിസ്റ്റം, ഈ തെറാപ്പി സിസ്റ്റം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പേഷ്യന്റിനോട് കുറച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട്. കാരണം അവര് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. പിന്നെ അവര് വർക്ക് ചെയ്യുന്ന രീതികൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ മീൻസ് ഡ്രൈവിങ്ങിൽ എല്ലാത്തിലും നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്. കാരണം മേ ബി ആ ഗൈഡൻസ് അവർ പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ അവർക്ക് ലൈഫ് ലോങ് ആ റിലീഫിൽ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. അതിന് ദിവസം ഡോക്ടർ കാര്യം പറഞ്ഞു, അതായത് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾക്ക് ഒരു സെഷൻ കൊടുത്തത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ബെസ്റ്റ്, വേറെ ഒരാളെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അതിലെന്താണ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ അറിയും കാര്യങ്ങൾ, കുറച്ചുകൂടി ബോധേഡ് ആണ് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി അവർക്ക് തന്നെ അറിയുള്ളൂ. ഈ സ്കൂട്ടറുകള് അതിനെ കുറിച്ചിട്ടൊക്കെ, സ്കൂട്ടർ ഓടിക്കുന്നത്, ബൈക്ക് ഓടിക്കുന്നത്, അതിലൊക്കെ എന്താ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. അത് ഈ 2 വീലർ എന്ന് പറയുന്ന സമയത്ത് കൂടുതലാണ് ഈ ഒരു ഡിസ്കിന്റെ മുകളിലേക്ക് വരുന്ന പ്രഷർ വളരെയധികം കൂടുതലായിരിക്കും. അത് റൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. നോർമലി നമുക്ക് ഡിസ്കിന്റെ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ മസിൽ വീക്ക്നെസ് വളരെയധികം കൂടുതലാണ് പേഷ്യൻസിന്. അപ്പോൾ മസിൽ നന്നായിട്ട് വീക്ക് ആകുമ്പോഴത്തേക്കും ആ ഏരിയയിലെ ബോണ് നന്നായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതിങ്ങനെ കുത്തുമ്പോഴത്തേക്കും പേഷ്യൻറ്റ് നന്നായിട്ട് പെയിന് വരും. അത് നോർമലി കണ്ടുവരുന്നതാണ് പേഷ്യൻസിന് എല്ലാവർക്കും. അപ്പോൾ നോർമലി നമ്മൾ അങ്ങനെ 2 വീലേഴ്സ് അത്ര പ്രിഫർ ചെയ്യൂല പേഷ്യന്റിന്. അതേപോലെ 4 വീലർ ആണെങ്കിലും ലോങ് ജേർണി നമ്മൾ കാരണം ഈ ഒരു ഡിസ്കിന്റെ കംപ്ലൈന്റ് മെയിൻലി വരുന്നത് തന്നെ അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്ക് ബൾജ് വരാനുള്ള കാരണത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണമാണ് പ്രൊലോങ്ഡ് സിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഡിസ്ക് ബൾജ് മേ ബി വന്നിട്ടുണ്ടാവുക. അപ്പം ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സിനൊക്കെ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത് എന്തായാലും അവോയ്ഡ് ചെയ്യണം. പിന്നെയും നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അത് റിപ്പീറ്റ് ചെയ്ത് വരും. കാരണം അതിൻ്റെ ഒരു നോർമൽ അലൈൻമെന്റിൽ നിന്ന് തന്നെ മാറിയത് ഈ ഒരു കോസ് കൊണ്ടാണ്. അപ്പം നമ്മൾ അലൈൻ ചെയ്ത ഒരു സാധനത്തിന് അത് തിരിച്ച് ആ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും. ലോങ് ഡ്രൈവ് കാര്യങ്ങൾ, ഇതേപോലെ IT പീപ്പിൾ, അതുപോലെ മറ്റുള്ള ജോലികൾ, ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് അവർക്കും ഡിസ്ക് ബൾജിനുള്ള ചാൻസ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. കാരണം പ്രൊലോങ് സിറ്റിംഗ് തന്നെയാണ് അവരും ചെയ്യുന്നത്. അവരുടെ എർഗോണോമിക്സ് പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇതില്? ഈ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട്. ചിലപ്പോൾ ലോഡോസിസ് കർവിൻ്റെത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള ചേഞ്ചസ്. ചില ആൾക്കാർക്ക് കേവ് ഉണ്ടാവില്ല, അതായത് ലോഡോസിസ് ലംബാർ കേവ് കുറയും. അവർക്കാണ് പെട്ടെന്ന് കൂടുതലായിട്ട് ലോ ബാക്ക് പെയിൻ എക്വയർ ചെയ്യും. ഇതിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോളിയോസിസിൽ നല്ല റിസൾട്ട് ആണ് ഈ ഒരു ട്രീറ്റ്മെന്റ്. ഡോക്ടർ വിപിൻ സാർ സ്കോളിയോസിസ് കേസിനെ കുറിച്ചിട്ടൊന്ന് കൂടുതലായിട്ട് ചെയ്യുന്നത്. സ്കോളിയോസിസിന്റെ കണ്ടീഷനിൽ നമുക്ക് 10 to 20 ഡിഗ്രി നമുക്ക് വേണമെങ്കിൽ ഡീകംപ്രഷനിൽ ഇട്ടിട്ട് പേഷ്യന്റ് നല്ലൊരു ക്യൂറബിൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം. അതെ, പക്ഷെ എബവ് 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ പോസിബിൾ അല്ല. നമുക്ക് അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ഒക്കെ പ്രോഗ്രാം അവരെ
പാറ്റേൺ ഓഫ് ലൈഫ് സ്റ്റൈൽ, പിന്നെ അവർക്ക് കുറച്ച് ഇപ്പൊ ചെറിയൊരു സ്കോളിയോസിസ് ഒക്കെ നമുക്ക് ഇതിൽ കൂടി clear ചെയ്യാം. ജന്മനാ ഉള്ളതാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ ചെയ്യാൻ കാണുന്ന ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രശ്നങ്ങള് കാര്യങ്ങള്, ഈ കൂന് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം ഈ മൊബൈലിലേക്ക് കൂടുതൽ മൊബൈൽ നോക്കിയിട്ടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ, അത് ഇതുമായിട്ട് ഈ അങ്ങനെയുള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ഗുണം ചെയ്യും? കൈഫോസിസിലും അതിനുള്ള റിസൾട്ട് അത് നമ്മൾ നെക്കിലേക്ക് വരുന്ന സമയത്ത് നെക്കിന്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് ആ ഡിസ്കിന് തേയ്മാനം വരുമ്പം ആ ഏജിൻ്റെതായ രീതിയിൽ ചില തേയ്മാനങ്ങൾ വരുന്ന സമയത്ത് കയ്യിലേക്ക് തരിപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് വരാം. അപ്പം അതിന് നമുക്ക് സർവൈക്കൽ ഡികംപ്രഷൻ സിസ്റ്റം യൂസ് ചെയ്യും. അതായത് സർവൈക്കലിൽ നമ്മൾ ഡികംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു റിലീഫ്. ഇപ്പൊ ഈ സർവൈക്കൽ കേസിൽ കൂടുതലായിട്ടും റിസ്ക് ലോബൽ പെയിനേക്കാട്ടും കൂടുതൽ റിസ്ക് ഉണ്ടോ അതിൽ? ഉണ്ട്. അത് കുറച്ച് റിസ്ക് കൂടുതലുണ്ട്. കാരണം നമ്മുടെ വെർട്ടിബ്ര, അതായത് നട്ടെല്ലും അതിനിടയിലുള്ള ഡിസ്കുകളുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ സെൻറ്റർ പോർഷനിലൂടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞരമ്പ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കി നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തമുള്ള കണക്ഷൻ, മെയിൻ സോഴ്സാണ് ഈ സുഷുമ്ന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെർവൈക്കലിൽ എന്തെങ്കിലും ഒരു ഡിസ്ക് ബൾജ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് കൈയിനെയും കാലിനെയും ഒരുപോലെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഡിസ്ക് ബൾജ് വളരെ കൂടുതലാണ്, കെനോസിനോസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാഡ്രിപ്ലീജിയ ലെവലിലേക്ക്, അതായത് ശരീരം തളർന്നു പോകുന്ന ഒരു രീതിയിലേക്ക് എത്താം. അതുകൊണ്ട് തന്നെ സെർവൈക്കൽ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. കൂടുതൽ ആൾക്കാരും അവഗണിക്കുന്ന ഒരു ഭാഗമാണ് ഈ കഴുത്തുവേദന. കഴുത്തുവേദന അത് ഉറക്കത്തിൽ കൊണ്ടതാണ്, ഇല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നാണ്, ചെറിയ പാമ്പ് കാര്യങ്ങളെല്ലാം കൂടി ഓടിച്ച്. പക്ഷെ ഇത് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. വിപിൻ സാർ അതിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കേസുകൾ ഉറക്കത്തിൽ വരും, അതൊരു മസിൽ സ്ട്രെയിൻ ആണ്. അല്ല, ഉറക്കത്തിൽ വരുന്ന പലരും അങ്ങനെ അവഗണിക്കാറാണ്. അത് എന്താ പറയാ, നമ്മളെ തല, അതായത് പ്രോപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ളതാണോ അല്ലെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ. പെയിൻ വരുമ്പോൾ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാതെ ബ്രെയിൻ, അതായത് ബ്രെയിൻ ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് താങ്ങുന്നതാണ് ഈ സർവൈക്കൽ പാർട്ട്. അപ്പൊ അത് നമ്മൾ അതിൽ ചുറ്റുമുള്ള വീക്ക്നെസ്, മസിൽസിന് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി വെയിറ്റ്, അതായത് ബ്രെയിൻ്റെ വെയിറ്റ് നമ്മൾ സർവൈക്കലിന് താങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക, ഡീജനറേറ്റ് ചേഞ്ചസ് വരും, അതായത് തേയ്മാനങ്ങൾ വരും. കാരണം വെയിറ്റ് താങ്ങാൻ ബ്രെയിൻ അത്രയും വെയിറ്റുള്ള സാധനം. അതിന്റെ കൂടെ തന്നെ നെക്ക് ബെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് വളരെയധികം പ്രഷറാണ് നമ്മുടെ സർവൈക്കൽ. അപ്പം അവിടെ ഈ മസിൽസ് പിടിച്ചു നിർത്താനില്ലെങ്കിൽ ആ പ്രഷർ സർവൈക്കൽ ആ വെർട്ടിബ്രസിലാണ് വരിക. അപ്പം അതിന് പ്രഷർ കൂടുന്ന സമയത്ത് ഡിസ്കിന് തേയ്മാനം വന്നുകൊണ്ടിരിക്കും. ആ തേയ്മാനാണ് നമ്മൾ എന്താ പറയുക, ലാസ്റ്റ് സർവൈക്കൽ പെയിന്, പിന്നെ കയ്യിലേക്കുള്ള അവിടെയുള്ള ഞരമ്പ് കുടുങ്ങി പോവുക. അപ്പം അങ്ങനെ കയ്യിലേക്കുള്ള തരിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും. പേഷ്യൻസിന് ഒരു വീക്ക്നെസ്, അത് രണ്ട് കൈയിലേക്ക് വീക്ക്നെസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഈ നിങ്ങൾ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയുന്ന കയ്യിലേക്ക് തരിപ്പ് കാര്യങ്ങൾ, ഇത് ഇങ്ങനെ കുറെ കാലം കഴിയുന്ന സമയത്ത് സെൻസേഷൻ ഇല്ലാതാവുക, ഇല്ലെങ്കിൽ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അവിടെ പ്രശ്നങ്ങൾ വരിക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിനെ കൊണ്ട് വരുമോ? ഡെഫിനറ്റ്ലി, എന്തായാലും അത് അങ്ങനെ ഒരു പ്രോബ്ലം കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആ ഒരു സപ്ലൈ, അതായത് ഒരു പ്രോപ്പർ വയർ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ബൾബ് മിന്നി കത്തുന്ന പോലെ തന്നെ നമ്മൾ സെൻസേഷൻസ് കംപ്ലീറ്റ് ഒരു കട്ട് ഓഫ് ആയിട്ടാണ് വരിക. അപ്പോഴാണ് നമുക്ക് തൊട്ടാൽ അറിയില്ല, പിന്നെ ആ ഒരു മസിൽസിലേക്ക് സപ്ലൈ ഉള്ളത് കുറയുന്ന സമയത്ത് അതിലേക്ക് പ്രോപ്പറായിട്ടുള്ള ആ മസിൽസ് ആക്ട് ചെയ്യാനുള്ള സിഗ്നൽസ് കിട്ടില്ല. അപ്പം നമ്മൾ ആ മസിൽസ് കുറച്ച് നമ്മൾ കാണില്ല, നമ്മൾ അറിയാതെ തന്നെ മസിൽസ് വീക്കായി വന്നു തുടങ്ങും. പിന്നെ നല്ലോണം വീക്കായതിനു ശേഷമാണ് നമുക്കത് മനസ്സിലാവുക. പിന്നെ അത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല. അത് പ്രോപ്പർലി ഇൻക്ലൂഡിങ് അതിന്റെ കൂടെ ഡയബറ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാസ്കുലർ ഡിസീസ്, അതായത് വെരിക്കോസ് വെയിൻ പോലെയുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വാസ്കുലർ ഡിസീസ് അസോസിയേറ്റഡ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വൂൺസ്, നോൺ ഹീലിംഗ് ആയിട്ടുള്ള വൂൺസ് കാണാം. ഇതില് ഈ ഒരു നല്ലൊരു ബാക്ക് പെയിൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന പേഷ്യന്റ് ഒക്കെ ഒരു 5 വർഷം 10 വർഷം 15 വർഷം പല ട്രീറ്റ്മെന്റുകളും എടുത്ത് സർജറി ചെയ്യാതെ, സർജറിയിൽ കൂടി ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ പലരും സർജറിക്ക് എന്തില്ല, എന്നുള്ള ഒരു ഇതാണ്. ഇത് കോസ്റ്റ് സർജറിന്റെ അത്രയും കോസ്റ്റ് വരുന്നില്ല, അതിന്റെ 4 അല്ല 10 കോസ്റ്റാണ് വരുന്നുള്ളൂ എന്നും പറഞ്ഞ്. അപ്പം ഈ വരുന്ന പേഷ്യന്റ് ഒക്കെ 10 വർഷം 15 വർഷമുള്ള പേഷ്യന്റ് ഒക്കെ നിങ്ങൾക്ക് സുഖം കൊടുക്കാൻ കഴിയുന്നുണ്ടോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ആയിട്ടുള്ളൊരു സിംറ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവില്ല. കുറേ സ്ഥലത്ത് പോയിട്ട് പലതരം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് അവർക്കൊരു ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുള്ള കുറേ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ കാരണം വേഴ്സണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നല്ലോണം സിവിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സർജിക്കൽ പ്രൊസീജിയർ അല്ലായിരുന്നു എന്നിരുന്നാലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഒരു ക്യൂർ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ കുറച്ച് ക്രോണിക് കേസസ് ആണെന്ന് പറയും, അതായത് കുറേ നാൾ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ അസസ് ചെയ്ത് പ്രോപ്പർ അസസ്മെന്റ് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ അസസ് ചെയ്തതിനു ശേഷം നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാറ്. ഒരുവിധം ഇത് സാധാരണ ഈ വേറൊരു ഇത്തരം പേഷ്യന്റിനുള്ള ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വൺസ് ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഈ ട്രീറ്റ്മെന്റ് എടുക്കണം, വർഷാവർഷം ഈ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇതിനെ കുറിച്ച് ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലുള്ള എന്താണ് ഇതിന്റെ അതിനെ കുറിച്ചൊന്ന് ഡോക്ടർ വിവരിക്കുക. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ കാര്യം. അതായത് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് എന്ത് തന്നെ ആയാലും മുന്നോട്ട് കൊണ്ടുപോകണം. അത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വർഷാവർഷം ഇതിന്റെ റിപ്പീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ കൃത്യമായ ഫോളോ അപ്പ് നമ്മൾ എടുത്തിരിക്കണം. അതായത് ഒരു മേജർ സർജറി കഴിഞ്ഞ് എപ്രകാരമാണോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊസീജിയറിന് ശേഷവും നമ്മൾ ഫോളോ അപ്പ് എടുക്കണം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ് ആയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു 4 to 5 years ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയി മുന്നോട്ട് പോകാവുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഹാർട്ട് പേഷ്യന്റ് ആകുക എന്ന് പറയുന്നത് ഒന്നുകിൽ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് ഒക്കെ ചെയ്ത ഒരാൾ പിന്നീട് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അവർക്ക് കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവും. അതായത് ഡോക്ടർ പറയുന്ന രൂപത്തിൽ ജീവിച്ചാലാണ് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാന്നുള്ളത്. അല്ലാതെ അവർക്ക് ഇഷ്ടംപോലെ അവർക്ക് ജീവിക്കാം, പക്ഷെ എന്നാലും അവർക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ജീവിക്കണം. ഇതേപോലെ തന്നെയാണോ ഈ ട്രീറ്റ്മെന്റ് എടുത്തവരും ചില കാര്യങ്ങൾ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ അനുസരിച്ച് ജീവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കാതെ മന്ത്ലി ചെക്കപ്പോ അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ അല്ലെ ആഴ്ചക്കോ എങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഈ ട്രീറ്റ്മെന്റിൽ? അത് എന്ന് വെച്ചാല് ഇപ്പം പറഞ്ഞല്ലോ മാം പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം പെട്ടെന്ന് വരുമെന്ന്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് അത് ഡിസ്കാണ്. ഡിസ്കിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യം നമുക്ക് ദൈവം ഒരു തന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ഫങ്ഷണലി കുറച്ചൊരു 10% ഡൗൺ ആയിരിക്കും. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ളി 100% പോകില്ല, പക്ഷെ ഒരു വിധം ഓക്കെ ആക്കിയിട്ട് നമ്മളത് തരും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഴയ പോലെ ഓടാനും ചാടാനും വെയിറ്റുള്ള എടുക്കാൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഓൾറെഡി നിങ്ങളുടെ ഡിസ്ക് അതാണ്. അപ്പൊ അതുകൊണ്ട് അതിനാണ് ഡൂസ് ആൻഡ് ഡോൺസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എനിക്ക് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് എനിക്കെല്ലാം കഴിഞ്ഞ എന്ന രീതിയിൽ കൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് അവർക്ക് വീണ്ടും പേഷ്യന്റിനോട് പറയാനുള്ളത് പൂർണ്ണമായി മാറും എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പഴയ രൂപത്തില് ദൈവം സൃഷ്ടിച്ച ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെ റിപ്പയർ മാത്രമാണ് ചെയ്യുന്നത്. അത് അവരെ ബോധം അവർക്ക് ആദ്യം തന്നെ നമ്മൾ അങ്ങനെയാണ്. എനിവേ എല്ലാവർക്കും ഈ ഒരു ചർച്ചയിൽ സഹകരിച്ചതിനും നമ്മളെ കൂടെ ഇല്ലാത്ത ഫ്രാങ്ക്ലി സാർക്കും ഓക്കെ എല്ലാവർക്കും നന്ദി അറിയിച്ചു. താങ്ക് യു.